പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നം നൽകി അനുഗ്രഹിച്ചതിന് നമ്മുടെ നല്ല കർത്താവിന് നന്ദി അർപ്പിക്കാം. ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്താണെന്നോ, ദൈവം സഹായകനാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ദുഃഖം ഉണ്ടെങ്കിലും എന്നെ സഹായിക്കുന്ന ഒരാളാണ്. കൂടെയുള്ളവരും കൂട്ടിരിക്കുന്നവരും ചിലപ്പോൾ എന്നോട് പറഞ്ഞേക്കാം, നിന്റെ എല്ലാ വഴികളും അടഞ്ഞു, നിനക്ക് രക്ഷയില്ല. പക്ഷെ എനിക്ക് ഉറപ്പാണ്, ഞാൻ കണ്ണുകൾ ആകാശത്തിലേക്ക് ഉയർത്തിയ, എൻ്റെ കരങ്ങൾ സ്വർഗത്തിലേക്ക് നീട്ടിയ കർത്താവ് എന്നെ സഹായിക്കും. കർത്താവ് എന്നെ സഹായിക്കും. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ തോഴന്മാര് എന്നെ ഉപേക്ഷിച്ചാലും, എൻ്റെ കൂടെ ഉള്ള വ്യക്തികൾ, വിശ്വസ്തരെന്ന് ഞാൻ കരുതുന്ന വ്യക്തികൾ എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ ഉപേക്ഷിക്കത്തില്ല. ഇന്ന് ഈ സായാഹ്നത്തില് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിന്നോട് ഈശോ പറയാണ്, നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ്, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കള്, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ ആര് നിന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിന്നെ സഹായിക്കും. അണ്ടർലൈൻ ചെയ്യ്, കർത്താവ് നിന്നെ സഹായിക്കും. നീ കടബാധ്യതയിലൂടെ കടന്നു പോവായിരിക്കാം, കർത്താവ് നിന്നെ സഹായിക്കും. നീ വിളിക്ക്. നീ രോഗത്തിലൂടെ കടന്നു പോവായിരിക്കാം, പക്ഷെ കർത്താവ് നിന്നെ സഹായിക്കും. ഗോഡ് ഈസ് എ ഹെൽപ്പർ. സഹായിക്കും. നീ മാനസിക പിരിമുറുക്കങ്ങളിലൂടെ, ഡിപ്രഷനിലൂടെ, ആങ്സൈറ്റിയിലൂടെ, ഫിയറിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരാളാണെങ്കിൽ അച്ഛൻ പറയാണ്, ദൈവം നിന്നെ സഹായിക്കും. സഹായിക്കും. ഈസ് എ ഹെൽപ്പർ. ദൈവം ഒരു സഹായകനാ. വചനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 55:22, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. വീണ്ടും സങ്കീർത്തനം 56:4, ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു, മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ചോ, അവിടുന്ന് നിന്നെ സഹായിക്കും. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് പറഞ്ഞ് സഹായിക്കും. ആശ്വസിപ്പിച്ച് സഹായിക്കും. കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ്, ഉദ്ധാനത്തിന് മുമ്പ് ഒരു സഹായകനെ നമുക്ക് അയച്ചു തന്നിരുന്നു. പരിശുദ്ധാത്മാവായ സഹായകൻ, ആശ്വാസദായകനാ. നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മളെ വേണ്ട വിധം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. അതോടൊപ്പം തന്നെ നമ്മുടെ തകർച്ചകളിലും വേദനകളിലും നമ്മളെ സഹായിക്കും. ഗോഡ് ഈസ് എ ഹെൽപ്പർ. നമുക്ക് ദൈവത്തെ വിളിക്കാന്ന്, കർത്താവ് എൻ്റെ കടബാധ്യതകൾ എന്നെ സഹായിക്കുക, എൻ്റെ വ്യക്തിപരമായ പാപാവസ്ഥകളിൽ നിന്ന് കരകയറി വരാൻ എന്നെ സഹായിക്കുക, എൻ്റെ ദുഃഖത്തിൽ നിന്ന് എന്നെ കരകയറ്റ്, എൻ്റെ ഉത്കണ്ഠകളെല്ലാം എടുത്തു മാറ്റ്. ദൈവം നിന്നെ സഹായിക്കും കേട്ടോ. ഒരു ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ദൈവമേ എൻ്റെ സഹായകനെ, അങ്ങേക്കൊരായിരം നന്ദി. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.